നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന പോലീസ് സംവിധാനമാണല്ലോ. അവർക്ക് ഈ ഗൂണ്ട നെക്സസ് ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ പത്തനംതിട്ടയിൽ തൊട്ടടുത്ത് തിരുവല്ലയിൽ ഒരു സ്പായിൽ ഒരു ജീവനക്കാരി, ഒരു പാവപ്പെട്ട ഭർത്താവ് മരിച്ച് ഒരാഴ്ചയുടെ ഒരു സ്ത്രീക്ക് ജോലിക്ക് പോകണമെന്ന് വരുന്നത് എന്തൊരു ദുരവസ്ഥയായിരിക്കും. ഒരു ചെറിയ കൂരയിൽ കഴിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവളെ ജോലി സ്ഥലത്ത് ചെന്നിട്ട് ഗുണ്ടകൾ റേപ്പ് ചെയ്ത് ബലാത്സംഗം ചെയ്യുന്നു, അതും ബ്രൂട്ടലായിട്ട്. ഇത് ചെയ്തിട്ട് ഗുണ്ടാപ്പിരിവിന് വന്നവരാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്വേഷിച്ചെത്തുമ്പോൾ എവിടേക്ക് എത്തുന്നത്? പോലീസിലേക്ക്. പോലീസിന് മാസപ്പടി കൊടുക്കുന്നതാണ് പറയുന്നത്. മാസപ്പടി കൊടുത്തിരുന്നതാണ് ആരോപണം. അപ്പൊ ഈ അവിടെ പത്തനംതിട്ട SP അന്വേഷണം പ്രഖ്യാപിച്ചു. DYSP അന്വേഷിക്കും. DYSP അന്വേഷിക്കും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ മുൻവിധിയാണ്. DYSP താഴെയുള്ളവരെ ഈ മാസപ്പടി വാങ്ങുന്നുള്ളൂ എന്ന്. കാരണം അതിന് തൊട്ട് മുമ്പ് ആ DYSP ചാർജ് എടുത്തതിന്റെ പിറ്റേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതിന്റെ തലേ ദിവസം സ്ഥലം മാറി പോയ DYSP ഉണ്ട്. ആ DYSP എവിടെയാണെന്നറിയോ? ഡി അഡിക്ഷൻ സെന്ററിലാണ്. അയാൾ ആ ജില്ലയിലെ 3 സബ് ഡിവിഷനുകൾ മാറി മാറി എല്ലാണ്ടോ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ മദ്യത്തിന് അടിമയാണെന്നല്ല അതിന്റെ അർത്ഥം. പല കേസുകളിലും ഇതേപോലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പിടിക്കും. ആ പിടിച്ചു കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ എനിക്കറിയുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. ഇത്തരം പെൺകുട്ടികളെ വീട്ടിൽ അറിയിക്കുന്നു പറഞ്ഞിട്ട് അവരെ പലതരത്തിലും സെക്ഷലി ഉപയോഗിച്ച ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് എനിക്കറിയാം. കാരണം ഇത് എത്രയോ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതുപോലെയാണ് സദാചാര പോലീസ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാർ നടത്തുന്ന വേട്ടകളും. കാരണം ഇത് എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നിൽ ഇതാക്കി അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇത്തരം സംഭവങ്ങൾ ധാരാളമുണ്ട്. അതാണ് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതെങ്ങനെ തടയാം. മധുവിൻ്റെ കേസിൽ വിധിയിൽ എന്താ പറഞ്ഞാൽ അറിയോ? ഇത് ഗോഡ്സ് ഓൺ കൺട്രിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ഇനി മേലിൽ സംഭവിക്കരുതെന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒന്ന്, പോലീസിൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരം ആളുകളുണ്ട് എന്നുള്ളതാണ്. 2, ആരെങ്കിലും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ മുകളിൽ നിന്ന് അവർക്ക് കോള് വരും, അത് വേണ്ട തുടരണ്ടെന്ന് പറയും. അത് കൃത്യമായി നടപടിയെടുത്ത് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച് അവരെ അകത്താക്കി കഴിഞ്ഞാൽ ഒരു 10 കേസുകൾ ഞാൻ ചെയ്ത 11ാമത്തെ കേസ് താനെ നിൽക്കും. കാരണം പിടിക്കപ്പെടുന്നു അകത്താവുന്നു കണ്ടാൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. അത് ഇവിടെ നടക്കില്ല കേരളത്തിൽ. കാരണം ഇവിടെ രാഷ്ട്രീയ ബന്ധിതമായ പോലീസാണുള്ളത്. നമ്മുടെ മധുവിന്റെ അമ്മ ഇവിടെയുണ്ട്. മധുവിന്റെ അമ്മയുടെ ഒരു കാര്യം ചോദിക്കാം. യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് നഷ്ടമായത് സ്വന്തം മകനെയാണ്. അപ്പോൾ ഈ മധുവിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ പ്രതികളുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് അമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്? നീതി തന്നെ വേണം. നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. കാരണം അമ്മ മകൾക്കൊപ്പം പോരാടാൻ ഇറങ്ങി. ക്ഷീണിച്ചോ? തളർന്നോ? ക്ഷീണിച്ചോ? ഇനിയിപ്പോ ഇതിന്റെ ചെലവുകളൊക്കെ എങ്ങനെയാ? ഇപ്പൊ കാര്യം കോടതി ചെലവും ഒരുപാട് പൈസ ചെലവാവൂല്ലോ കേസുമായിട്ട് നടക്കണമെങ്കിൽ. ചിലവായി. എന്നാലും എനിക്ക് അത് വിടാൻ പറ്റില്ല. അത്രയും കഷ്ടപ്പെട്ട് ഇപ്പം ഒറ്റക്കാണ് വീട്ടിൽ ഉള്ളത്. കുട്ടികളൊക്കെ എൻ്റെ ഒപ്പമില്ല. ഇതിന് വേണ്ടിയിട്ട് എൻ്റെ മകനക്ക് ഞാൻ പേരടെ തന്നെ വേണം. ഞാൻ ഷോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക, സാമൂഹ്യ ദ്രോഹിയായിട്ട് ഇവിടെ അങ്ങനെ നാട്ടിൽ വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ നാട്ടിൽ വേണമെന്ന് ഞാൻ പറഞ്ഞു. തികഞ്ഞ സാമൂഹ്യ ദ്രോഹിയാന്ന് സാർ എന്നോട് ഒരു വാക്ക് പറഞ്ഞു. ഇനി മിണ്ടാണ്ടിരുന്ന ഇനിയിപ്പം ഒന്നിനും. പക്ഷേ സാറേ ഒന്നും കൂടെ നിങ്ങളൊന്ന് മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ അജയ് ഉണ്ണി തൊടുപുഴ എന്ന് പറഞ്ഞാൽ ബലാത്സംഗം മാത്രമല്ല, ഞാൻ ചെയ്ത പരിപാടി എന്നാന്നും കൂടെ ഒന്ന് ആൾക്കാരെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഞാൻ ഒരിക്കലും അറിയരുത്. ഞാൻ എന്റെ പ്രവർത്തന മേഖല എന്താണ് നിങ്ങളൊന്ന് അറിയിക്കണം. നിങ്ങളുടെ കൂടെയുള്ള ഹാഷ്മി എന്ന് പറഞ്ഞ ഇദ്ദേഹമൊക്കെ ഇവിടെയും കുറച്ച് വീഡിയോയെ കാണിച്ചോളൂ. ഞാൻ പറഞ്ഞൊന്നും കാണിച്ചില്ല. നിങ്ങളുടെ അജണ്ട അല്ല കാണിച്ചോ. പക്ഷേ ഇത് അജണ്ടയാവരുത്. ഇതിന്റെ പേരിൽ ഞാൻ കാണിച്ചു. ഇതും അജയ് ഉണ്ണി നമ്മുടെ ശത്രുവല്ല. പറഞ്ഞത് വിവരക്കേടാ. എനിക്ക് വിവരക്കേടെന്നൊന്നും അത് നിങ്ങൾക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്താണ്. സദാചാരം എന്ന വിഷയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കുന്ന വിഷയമാണ് ഇദ്ദേഹം പറഞ്ഞതും മധു. പക്ഷെ അത് സദാചാരവുമായി ബന്ധപ്പെട്ട വിഷയം അല്ല. അത് ശരിക്ക് മനുഷ്യന്റെ മനോഘടനയിലുള്ള ചില ആളുകൾ. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് അതെ, ഞാനത് കൺക്ലൂഡ് ചെയ്യാനിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പുരുഷൻ, ആണുങ്ങൾ, മതം, ഇതാണ് ഇവിടെ സദാചാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ അധികരിച്ച് അതിൻ്റെ ചില ചിട്ടകൾ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ഒരു അധികാര വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ സദാചാരം. അതിൻ്റെ ഭാഗമാകേണ്ടി വരുന്ന സ്ത്രീകളുടെ ഒരു പ്രതിനിധാനമാണ് ഇദ്ദേഹത്തിൻ്റെ കേസിൽ വന്നിട്ടുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി പോലും ഈ പുരുഷൻ നിർമ്മിച്ചിട്ടുള്ള ഒരു ക്രമത്തിനകത്ത് ടൂളായി പോയതാണ്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചോദിക്കാമായിരുന്നു, ചേച്ചി എന്താണ് പ്രശ്നം. മറ്റുള്ളവരും ടൂളാക്കപ്പെടുകയും ചെയ്യുന്നതുണ്ട് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.